2025 മെയ് മാസം 14-ാം തീയതി, അതായത് കൊല്ലവർഷം 1200 മേടമാസം 31-ാം തീയതി ബുധനാഴ്ച രാത്രി 10:08 വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് മാറുകയാണ്. ഈ വ്യാഴമാറ്റം മകൻ നക്ഷത്രക്കാർക്ക് എപ്രകാരമാണ് എന്നാണ് നാം ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. മകൻ നക്ഷത്രക്കാർക്ക് വ്യാഴം 11-ലാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ നേട്ടത്തെ കാണിക്കുന്ന ഒരു കാലയളവാണ്. എന്നാൽ ചെറിയ ചില കോട്ടങ്ങൾ ഇതിലുണ്ട്. അപ്പൊ നമ്മുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, വരുന്ന കോട്ടങ്ങൾ എന്തൊക്കെയാണ്, നേട്ടങ്ങളെ എങ്ങനെ നമുക്ക് കൂടുതലായി സ്വീകരിക്കാം, കോട്ടങ്ങളെ എങ്ങനെ മറികടക്കാം എന്നുള്ളതെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് കാണുക. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ RJ അയ്യർ ഹരിചന്ദനമഠം. ഇതിന്റെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഉണ്ട്. അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ, ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ, അതുപോലെ മോട്ടിവേഷണൽ സംബന്ധമായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ മൊബൈലിൽ രാവിലെ തന്നെ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. മാത്രമല്ല, നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളും നടത്തി കിട്ടുന്നതാണ്. ഈ വീഡിയോയുടെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. ഇത് 1 മാസത്തേക്കായിരിക്കും ചെയ്യപ്പെടുന്നത്. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്ക് കീഴെയും ഇപ്രകാരം ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഇനി ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യുക. കാരണം എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ലഭ്യമാവുക. അപ്പോൾ നമുക്ക് വ്യാഴമാറ്റത്തെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാം. വ്യാഴം മെയ് 14-ന് മിഥുനൻ രാശിയിൽ 158 ദിവസക്കാലം സഞ്ചരിക്കുന്നു. അതിനുശേഷം ഒക്ടോബർ 18-ാം തീയതി വ്യാഴം കർക്കടകൻ രാശിയിൽ പ്രവേശിക്കും. അതിനെ തുടർന്ന് 25 ദിവസം സഞ്ചരിച്ചതിനു ശേഷം നവംബർ 11-ന് വ്യാഴം വക്രഗതിയിൽ 49 ദിവസം അവിടെ സഞ്ചരിക്കുന്നു. അതിനെ തുടർന്ന് വക്രഗതിയിൽ തന്നെ വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു. തുടർന്ന് ഡിസംബർ 5-ാം തീയതി വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു. അതിനുശേഷം 97 ദിവസക്കാലം, അതായത് മാർച്ച് മാസം 11 വരെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും. തുടർന്ന് 84 ദിവസം കൂടി സഞ്ചരിച്ച ശേഷം വ്യാഴം 2026 വർഷം ജൂൺ മാസം 2-ാം തീയതി കർക്കിടക രാശിയിൽ പ്രവേശിക്കും. അപ്പോൾ ഈ മാറ്റം ഈ നക്ഷത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. മകൻ നക്ഷത്രം ചിങ്ങക്കൂറിൽ വരുന്നതാണ്. അപ്പോൾ 11-ലാണ് വ്യാഴം നിൽക്കുക. ഇത് ഗുണപരമായിട്ടുള്ള കാര്യമാണ്. ധനലാഭം ഉണ്ടാവാം, തൊഴിൽ നേട്ടം ഉണ്ടാവാം, അങ്ങനെ ഗുണപരമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ സംഭവിക്കും. പ്രധാനമായിട്ടും ധനലാഭം വരുന്നത് വസ്തു കച്ചവടത്തിൽ നിന്നായിരിക്കും. അല്ലാതെ തന്നെ തൊഴിലിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എന്നാൽ ഊഹക്കച്ചവടത്തിൽ നിന്ന് ധനനഷ്ടമാണ് വരാറുള്ളത്. അത് നമ്മൾ കരുതലോട് കൂടിയിരിക്കണം. മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് ഉയരുവാൻ ഈ വ്യാഴമാറ്റം നമ്മെ സഹായിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ എടുത്തുചാട്ടം മൂലം കലഹം ഉണ്ടായി വരുന്നതാണ്. ഈ കലഹം മൂർച്ഛിച്ച് ചിലപ്പോൾ 2 പക്ഷത്തേക്ക് മാറിപ്പോകാൻ പോലും ഇടവരുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ തെറ്റായിട്ടുള്ള വാക്പ്രയോഗങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ ഭിന്നത ഉണ്ടായി വരുന്നതാണ്. പുതിയ വാഹനം മേടിക്കാനും പുതിയ കെട്ടിടം നിർമ്മിക്കാനും ഒക്കെ യോഗം കാണുന്നുണ്ട്. എന്നാൽ കെട്ടിട നിർമ്മാണത്തിൽ നമ്മൾ അശ്രദ്ധ കാണിക്കുകയാണെങ്കിൽ അതിന്റെ ബലക്ഷയത്തിന് കാരണമാകുന്ന ചില അവസ്ഥകൾ ഉണ്ടായി വരാം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യത്തിനും കാലയളവ് ഗുണം ചെയ്യും. പ്രണയം വിവാഹത്തിൽ എത്തിച്ചേരുന്നതാണ്. വിവാഹം ആലോചിച്ച് നടക്കുന്നവർക്കും കല്യാണത്തിനുള്ള അവസരം ലഭ്യമാകുന്നതാണ്. വിദേശ സഞ്ചാരം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കുന്നതാണ്. പഠനത്തിൽ വ്യക്തമായ ദിശാബോധം കിട്ടുന്നതാണ്. അകന്നിരുന്ന പലരുമായിട്ടും യോജിപ്പിൽ എത്തിച്ചേരാൻ
സാധ്യത കാണുന്നുണ്ട്. കുറെ കാലമായി ആഗ്രഹിച്ചിരുന്ന ക്ഷേത്രങ്ങളിൽ പോയി സന്ദർശനം നടത്താൻ ഈ കാലയളവ് ഗുണം ചെയ്യും. കിട്ടുകയില്ല എന്ന് കരുതി എഴുതി തള്ളിയിരുന്ന ചില കാര്യങ്ങൾ പോലും കൈവേളയിൽ വന്നു ചേരാനും യോഗം കാണുന്നുണ്ട്. വർഷാവസാനം സാമ്പത്തിക അച്ചടക്കക്കുറവ് മൂലം കുറച്ച് ബാധ്യത വന്നു ചേരാം. അത് കരുതലോട് കൂടിയിരിക്കുക. അവസരോചിതമല്ലാത്ത മറുപടികൾ പലപ്പോഴും നല്ല വ്യക്തികളെ പോലും നമ്മിൽ നിന്ന് അകറ്റാനും സാധ്യതയുണ്ട്. ഇതും കരുതലോട് കൂടിയിരിക്കേണ്ട കാര്യമാണ്. വിൽപ്പന, വാങ്ങൽ തുടങ്ങിയതിൽ നിന്നൊക്കെ വ്യാഴമാറ്റം നമുക്ക് നേട്ടം സമ്മാനിക്കുന്നുണ്ട്. അലസ മനോഭാവം വെടിഞ്ഞ് പ്രവർത്തനോന്മുഖമാകാൻ ഈ കാലയളവ് നമ്മെ കൂടുതൽ സഹായിക്കുന്നതാണ്. അപ്പോ വ്യാഴമാറ്റം നിങ്ങൾക്ക് ഇപ്രകാരമാണ് കാണപ്പെടുന്നത്. ഇതിന്റെ ദോഷങ്ങളെ കുറയ്ക്കാനും ഗുണങ്ങൾ വർദ്ധിപ്പിക്കാനും ചില പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു. വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും കുറച്ചു നേരം വിഷ്ണു സഹസ്രനാമം അവിടെ നിന്ന് ജപിക്കുകയും ഭഗവാന് തുളസിമാല, നെയ്വിളക്ക് ഇവ സമർപ്പിക്കുകയും ചെയ്യുന്നത് ഏറെ ഗുണകരമായിരിക്കും. മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ചകളിൽ അവൽക്കിഴി ശ്രീകൃഷ്ണന് സമർപ്പണം ചെയ്യുന്നതും സുദർശന യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും ശിവക്ഷേത്രത്തിൽ പ്രദോഷ ദിവസം ബില്വാഷ്ടക അർച്ചന നടത്തുന്നതും ദേവിക്ക് നവമി ദിവസം കടുംപായസം നടത്തുന്നതും ഏറെ ഗുണകരമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതെല്ലാം ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പൊ മറ്റൊരു വീഡിയോ, മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ, ഹരിചന്ദന മഠം. നമസ്തേ.